പാട്ടേഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, മുൻകൂട്ടി കാര്യങ്ങൾ പറയുന്ന എത്രയോ ആൾദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. നിങ്ങൾ ആദ്യമായി ഒരാളെ കാണുമ്പോൾ അവർ നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിലെ ഒരു രഹസ്യമോ കൃത്യമായി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അമ്പരന്ന് പോകും. ഇത് ദൈവികമായ കഴിവാണെന്ന് വിശ്വസിച്ച് നമ്മൾ ചിലപ്പോൾ അവരുടെ കാൽക്കൽ വീണുപോയി എന്നും വരാം. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അസാമാന്യമായ ഒരു മനഃശാസ്ത്ര തന്ത്രമാണ്. ഇതിൻ്റെ പേരാണ് കോൾഡ് റീഡിംഗ്. ഈ കോൾഡ് റീഡിംഗ് എന്ന വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണ് കോൾഡ് റീഡിംഗ്? ഒരാളെക്കുറിച്ച് മുൻകൂട്ടി യാതൊരു വിവരവും ഇല്ലാതെ അയാളുടെ വസ്ത്രധാരണം, ശരീരഭാഷ, സംസാരിക്കുന്ന രീതി എന്നിവ നിരീക്ഷിച്ച് അയാളെക്കുറിച്ച് പ്രവചിക്കുന്ന രീതിയാണ് കോൾഡ് റീഡിംഗ്. ഇത് ആൾദൈവങ്ങൾ മാത്രമല്ല, മാനിപ്പുലേറ്റർമാരും മജീഷ്യന്മാരും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ബാർനം ഇഫക്റ്റ്. ആൾ ദൈവം നിങ്ങളോട് പറയുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ് നിങ്ങൾ, പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് എന്നെക്കുറിച്ച് തന്നെയാണല്ലോ ഇദ്ദേഹം ഈ പറയുന്നതെന്ന്. സത്യത്തിൽ ലോകത്തിലെ 90% മനുഷ്യർക്കും ഈ ചോദ്യത്തിന് ഇതേ തോന്നലാണ് ഉണ്ടാകുക. ഇതിനെയാണ് ബാർനം ഇഫക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും യോജിക്കുന്ന പൊതുവായ ഒരു കാര്യം നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന വിദ്യയാണ് ബാർനം ഇഫക്റ്റ്. അടുത്ത തന്ത്രമാണ് ഷോട്ട് ഗണ്ണിങ്. ഒരു വേട്ടക്കാരൻ ഒരുപാട് തിരകൾ ഒരേ സമയം ഉതിർക്കുന്നത് പോലെ ആൾദൈവം പല കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകും. അയാൾ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആർക്കോ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അകന്ന ബന്ധുവിനെങ്കിലും ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അതെ എന്ന് പറയും. ഇനി ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ ഉടൻ തന്നെ അയാൾ തിരുത്തും, അങ്ങനെയല്ല, ഉടനെ വരാനിരിക്കുന്ന ഒരു കണ്ടകശിനിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ചോദ്യകർത്താവായ ആൾദൈവം ജയിക്കും. അടുത്തതാണ് ഹൈ പ്രോബബിലിറ്റി ഗസ്സിംഗ് എന്ന തന്ത്രം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പല വിവരങ്ങളും ഈ പറയുന്ന ആൾദൈവത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കോ നിങ്ങൾ നൽകുന്നുണ്ടാവാം. നിങ്ങളുടെ വിരലിലെ മോതിരം മാറ്റിയ പാട് കണ്ടാൽ നിങ്ങൾ ഈ അടുത്ത ഇടയിൽ വേർപിരിഞ്ഞയാളോ ഡിവോഴ്സായ ആളാണെന്നോ എന്തെങ്കിലുമൊക്കെ ഊഹിക്കാൻ പറ്റും. നിങ്ങളുടെ സംസാരത്തിലെ പ്രാദേശിക ശൈലി കൊണ്ട് നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് പറയാൻ പറ്റും. ഇനി ഒരമ്മ അവരുടെ കുഞ്ഞുമായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിൻ്റെ ആരോഗ്യം ഒരു പക്ഷേ ആ അമ്മയുടെ ഉത്കണ്ഠയ്ക്ക് കാരണമായിരിക്കാം എന്ന് ആൾദൈവത്തിന് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്താം. പല വലിയ ആശ്രമങ്ങളിലും ആൾ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഒരു ഭക്തൻ എത്തുന്നതിന് മുൻപ് പലരോടും സംസാരിക്കേണ്ടി വന്നേക്കാം. അവിടെയുള്ള സേവകർ നിങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചേക്കാം, എന്തിനു വരുന്നു എന്ന് ചോദിച്ചേക്കാം. ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ രൂപത്തിൽ അവർ നിങ്ങളോടൊരു സൗഹൃദ സംഭാഷണമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സങ്കടങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിഞ്ഞേക്കാം. ഇതെല്ലാം ഒരു CCTV വഴിയോ മൈക്രോഫോൺ വഴിയോ ഉള്ളിലിരിക്കുന്ന ആൾ ദൈവത്തിന് കൈമാറുകയും ചെയ്യും. തുടർന്ന് നിങ്ങൾ ആൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം എല്ലാം അറിയുന്ന ഒരു ജ്ഞാനിയെ പോലെ നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഭക്തനായിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹോട്ട് റീഡിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളും അരക്ഷിതാവസ്ഥയുമാണ് ഓരോ ആൾ ദൈവത്തിൻ്റെയും മൂലധനം. ഭക്തി എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്, പക്ഷേ അത് അന്ധവിശ്വാസമായി മാറുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകാർ വിജയിക്കുന്നത്. യുക്തിസഹമായി ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. ലോകത്ത് അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളാണ് നടക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.